നിങ്ങളുടെ കയ്യിൽ എത്ര ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ആപ്പ് എത്രത്തോളം നല്ലതെന്ന് പോലെ ഇരിക്കും നിങ്ങളത് യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 5 ആപ്ലിക്കേഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. ആപ്പ് സീരീസ് ഫാൻസ് ഹിയൂക്കോ. കഴിഞ്ഞ 2 ആപ്പ് സീരീസിൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളുടെ വളരെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് എല്ലാം ഭയങ്കരമായിട്ട് എക്സാജറേറ്റഡ് ആയി. അതായത് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള വാൾപേപ്പർ തന്നെയാണ് ഇപ്പോൾ ഉള്ള പല വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ അകത്തും കിടക്കുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു യൂണീക്ക് ആയിട്ടുള്ള വാൾപേപ്പർ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. അതായത് AI വാൾപേപ്പേഴ്സ് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ വാൾപേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും. വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. കാറ്റഗറി ഉണ്ട്. കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പിക് വൈൽഡ് ലൈഫ് പോർട്രേറ്റ്സ്, മിനിമൽ ബേർഡ്സ്, അതുപോലെ തന്നെ റോഡ് വാരിയേഴ്സ്, അതുപോലെ തന്നെ എക്സ്പ്ലോറിംഗ് സ്പേസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസ് ഉണ്ട്. ഈ ഒരു ആപ്പിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള 3D പോലെയുള്ളതും ഇല്ലസ്ട്രേഷൻ പോലെയുള്ള വാൾപേപ്പേഴ്സാണ്. ഇങ്ങനെയുള്ള വാൾപേപ്പർ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഓരോ വാൾപേപ്പറും യൂണീക്കാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വാൾപേപ്പേഴ്സ് ഒരു വാൾപേപ്പർ പോലെ വേറൊരു വാൾപേപ്പർ ഇരിക്കില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ ഒരു ആപ്പ് ഫ്രീയും ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ പുറകിലൊക്കെ വെക്കാനായിട്ട് ഒരു റൂബിക്സ് ക്യൂബ് ഞാൻ വാങ്ങിച്ചായിരുന്നു. എനിക്കിത് സോൾവ് ചെയ്യാനൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളൂ പലരും എളുപ്പം ഇരുന്ന് സോൾവ് ചെയ്യുന്നതും. ഈവൻ നമ്മുടെ എഡിറ്റർ വരെ ഇത് സോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും ഇതെങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. റൂബിക്സ് ക്യൂബ് സോൾവർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂബിക്സ് ക്യൂബിൻ്റെ ഓരോ സർഫസിലുള്ള കളേഴ്സ് നമുക്ക് അവിടെ അലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട് ആപ്പിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ തിരിക്കണമെന്ന് ആപ്പ് പറഞ്ഞുതരും. അതേപടി തെറ്റാതെ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 സ്റ്റെപ്പും ഉണ്ട്, ചിലപ്പോൾ 10 സ്റ്റെപ്പും ഉണ്ട്, ചിലപ്പോൾ 20 സ്റ്റെപ്പും ഉണ്ട്. നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ളൊരു ക്യാച്ച് എന്താണെന്നറിയാവോ? നിങ്ങൾ ഒരുപാട് വട്ടം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്ത് ഇത് ഓട്ടോമാറ്റിക്കലി വരെയും പിന്നീട് ഈ ഒരു ആപ്പിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിലൊരു റൂബിക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ. ചില സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ എടുത്ത് പ്രസൻറ്റേഷൻസിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അനലിറ്റിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എത്ര റീച്ചായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സാധനം, ഒരു കണ്ടൻറ്റ്, ഇതെല്ലാം സ്ക്രീൻഷോട്ട് ചെയ്യുന്ന സമയത്ത് പൊതുവെ ബോറിംഗ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് അയക്കാതെ ഈ ഒരു ആപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ പല ഫാഷനിലും പല രീതിയിലും പല ഡിസൈനിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ പല ഷേപ്പിലാക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ പറ്റും. ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടിനെ കുറച്ചുകൂടി എന്താ പറയുക രസമായിട്ട് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഓഫീസ് ഡിവൈസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് OnePlus 11 ആണ്. ഈ ഫോണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തിറങ്ങി നമ്മൾ ഫോണിൽ കോൾ വല്ലതും വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല പോക്കറ്റിലൊക്കെ കിടന്നാൽ. അപ്പോൾ വൈബ്രോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻസിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഇടാം, സ്ലോ ആയിട്ടുള്ള വൈബ്രേഷൻസ് ഇടാം, ലെങ്ത് കൂടുതലുള്ള വൈബ്രേഷൻസ് ഇടാം. ഇങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻസിനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്യാം. അടിപൊളി ആപ്പാണ്. എല്ലാവർക്കും ഉപയോഗമുള്ളതായിരിക്കില്ല, ബട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫൈനലായിട്ടുള്ള ആപ്പ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അസെൻറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്. നിങ്ങൾ ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുണ്ട്. എൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമാണ് ഞാൻ കുറച്ച് പരിധിക്ക് മേളിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസെൻറ്റ് എന്ന ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇൻസ്റ്റഗ്രാമിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ വന്നിട്ട് ഹോൾഡ് ഓൺ എ സെക്കൻഡ്, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം ആവശ്യമാണോ, ഇത് ശരിക്കും ഓപ്പൺ ആക്കണോ എന്നിങ്ങനെ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങളടുത്ത് ചോദിക്കും, ഡിസ്ട്രാക്റ്റഡ് ആവാതെ മര്യാദയ്ക്ക് പണിയെടുത്തൂടെ എന്ന്. സിമ്പിളാണ്, ഡൗൺലോഡ് ചെയ്യുക. പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബോണസ് ആപ്പ് ഉണ്ട്. ബോണസ് ആപ്പ് വേറൊന്നുമല്ല, ഒരു ലൈവ് വാൾപേപ്പർ. എല്ലാവർക്കും ലൈവ് വാൾപേപ്പർ ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. ചാർജ് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും എനിക്കിഷ്ടമാണ്. സിക്സാഗ് എന്നാണ് വാൾപേപ്പറിൻ്റെ പേര്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒറ്റ പാറ്റേണേ ഉള്ളൂ ഫ്രീ വേർഷനിൽ, ബട്ട് ഭയങ്കര യൂണീക്കാണ്, ഭയങ്കര രസമാണ്. അതായത് ഓവറായിട്ടുള്ള ആനിമേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മിനിമൽ സാധനം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻസ്. നിങ്ങളുടെ ബോറിംഗ് ആയിട്ടുള്ള ഫോണിനെ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് മാറ്റാൻ പറ്റും. എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലവ് യു സോ മച്ച്. ബൈ.